പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ DS530 എന്ന സ്കാനർ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏറ്റവും മികച്ച ഓഫീസ് പർപ്പസിന് പറ്റിയ സ്കാനറിൽ ഒന്നാണ് എപ്സന്റെ DS530 എന്ന ഈ സ്കാനർ. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള 2 സൈഡ്, അതായത് ഡ്യൂപ്ലെക്സ് സ്കാൻ ചെയ്യാൻ കഴിയുന്ന ഒരു സ്കാനറാണ് നമുക്ക് മുന്നിലുള്ള ഈ DS530 എന്ന ഈ സ്കാനർ വരുന്നത്. നിങ്ങൾക്ക് ഇവിടെയാണ് പേപ്പർ വെക്കേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഈ ലിവറുകൾ അഡ്ജസ്റ്റ് ചെയ്താണ് നിങ്ങളുടെ ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ വെക്കാൻ സാധിക്കും. സ്കാൻ ചെയ്ത് പുറത്തോട്ട് വരുന്ന ഭാഗമാണ് താഴെ കാണുന്നത്. ഇൻ കേസ് ജാം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അത് ഓപ്പൺ ചെയ്ത് അത് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വേറൊരു ടെക്നീഷ്യൻ്റെ ആവശ്യമില്ല. ഇവിടെയാണ് നമ്മൾ ഡോക്യുമെൻറ്റ് വെക്കുന്നത് കണ്ടില്ലേ. ആദ്യം ആ ലിവേഴ്സ് ഫ്രീ ആയി വെക്കണം. അതിനുശേഷം കറക്റ്റായിട്ട് നമ്മൾ ആ സ്ലോട്ടിലോട്ട് വെക്കുക. അതിനുശേഷം ആ ലിവർ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യുക. സ്കാൻ ചെയ്താണ്ട് ഔട്ടായി വരുന്ന ഭാഗമാണ് നിങ്ങൾ താഴെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ചെറിയ ലിവറിൽ അത് പ്രസ് ചെയ്താണ്ട് വലിച്ചു കഴിഞ്ഞാൽ അത് എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ സ്കാനിങ് കഴിഞ്ഞ ഡോക്യുമെൻ്റ് എല്ലാം അവിടെ വന്ന് നിൽക്കുന്നതാണ്. ഡ്യൂപ്ലെക്സും സപ്പോർട്ടറാണ്. അതേപോലെ തന്നെ സിംഗിൾ സൈഡും നിങ്ങൾക്ക് ഇതിൽ സെറ്റിങ്സിൽ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഡോക്യുമെൻ്റ് 27 GSM to 413 GSM വരെയുള്ള പേപ്പേഴ്സ് എല്ലാം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ മാക്സിമം A4 സൈസ് വരെയുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുക. ഇതിനാവശ്യമുള്ള കണക്ഷൻസ് എല്ലാം വരുന്നത് സ്കാനറിൻ്റെ പിറകു വശത്താണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് USB കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ പവർ കേബിളാണ് വരുന്നത്. അതേപോലെ ഇതിൽ എക്സ്ട്രാ ഡിവൈസ് വാങ്ങിക്കഴിഞ്ഞാൽ ഏതർനെറ്റിൻ്റെ ഒരു ഓപ്ഷനും വരുന്നുണ്ട്. അതൊരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് യൂണിറ്റ് ഉണ്ട്, അത് നിങ്ങൾ വാങ്ങൽ തന്നെ വേണം. ഇവിടെയാണ് ഫ്രണ്ട് പാനൽ ബട്ടൺസും കാര്യങ്ങളെല്ലാം വരുന്നത്. ഏറ്റവും മുകളിൽ കാണുന്ന പവർ ബട്ടണാണ് വരുന്നത്. അതിൻ്റെ താഴെ നമുക്ക് ഡബിൾ ഫീഡ് ഡിറ്റക്ഷൻ സ്കിപ്പ് ബട്ടണാണ് വരുന്നത്. ഇത് സ്ലോ മോഡ് ബട്ടണാണ് വരുന്നത്. അതേപോലെ പിന്നെ സ്റ്റോപ്പ് ബട്ടൺ വരുന്നുണ്ട്, നമ്മൾ സ്കാനിങ് സ്റ്റോപ്പ് ചെയ്യാൻ. പിന്നെ സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടണാണ് താഴെ കാണുന്നത്. ബട്ടൺസുകൾ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ബ്ലൂ ഇൻഡിക്കേഷൻസ് കാണാൻ സാധിക്കും. അത് ഫ്ലാഷിംഗ് ഇല്ലാതെ സ്റ്റഡി നിൽക്കുകയാണെങ്കിൽ മാത്രമേ റെഡി ടു സ്കാൻ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വാർണിംഗ് മെസ്സേജ് ഉണ്ട്. എന്തെങ്കിലും സ്കാനറിൽ എറർ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇൻഡിക്കേഷൻസ് ഓൺ ആവുന്നതാണ്. എപ്സൻ്റെ DS530 എന്ന സ്കാനർ എങ്ങനെ സ്കാൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കാനുള്ളത്. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ് വെക്കേണ്ട ട്രേ, അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി പിക്കപ്പ് ചെയ്യേണ്ട ട്രേ ആണ് ഈ കാണുന്നത്. ഇവിടെ നമ്മുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഇത് വിഡ്ത്തും ലെങ്ത്തും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്കാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഷോർട്ട് കീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ബട്ടനാണ്. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാൻ ചെയ്ത് വരുന്നതാണ്. നമ്മൾ ആവശ്യമുള്ള ഡോക്യുമെൻ്റ് ഏതാണോ അത് ഇതേപോലെ നിങ്ങൾ ട്രേയിലേക്ക് വെക്കണം. ബെൻഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതേപോലെ വൈറ്റ്നർ കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം മാത്രമേ വെക്കാൻ പാടുള്ളൂ. സ്റ്റാപ്ലർ പിന്ന് വല്ലതുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുകയും വേണം. എന്നിട്ട് നിങ്ങൾ താഴെ കാണുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാൻ ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിൽ അത് സേവ് ആവുന്നതാണ്. പക്ഷേ സിസ്റ്റത്തിന് മതിയായ സ്പീഡ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായി വർക്ക് ചെയ്യുകയുള്ളൂ. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ ഒരു സ്കാനിങ് ടൂൾ ഉണ്ട്. ആ സ്കാനിങ് ടൂൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെയും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. അതിന് നമ്മളിവിടെ വിൻഡോ കീ പ്രസ് ചെയ്തതിന് താഴോട്ട് വരുന്ന സമയത്ത് എപ്സൻ്റെ ഫോൾഡർ കാണാൻ സാധിക്കും. അതിൽ എപ്സൺ സ്കാൻ ടു പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ സ്കാനിങ്ങിന് ഉപയോഗിക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് കാണാൻ ഇവിടെ സാധിക്കും. നോർമൽ എല്ലാ എപ്സൻ്റെ സ്കാനറിനും വരുന്ന സോഫ്റ്റ്വെയർ തന്നെയാണ് ഇത്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് കാണാൻ ഡോക്യുമെൻ്റ് സോഴ്സ്, അത് ADF വഴി തന്നെയാണുള്ളൂ. പിന്നെ സ്കാനിങ് സൈഡ്, ഡബിൾ സൈഡ് വേണോ സിംഗിൾ സൈഡ് വേണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. ഈ മോഡൽ സ്കാനർ ഡബിൾ സൈഡ് സ്കാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യുക. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് ഡോക്യുമെൻ്റ് സൈസാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഓട്ടോ ഡിറ്റക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ A4 ആക്കാവുന്നതാണ്. അതേപോലെ തന്നെ താഴോട്ട് വരുമ്പോൾ ഇമേജ് ടൈപ്പ്, കളറിൽ വേണോ, ഗ്രേ സ്കെയിൽ വേണോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വേണോ, അതെങ്ങനെയാണ് വേണ്ടതെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. കഴിയുന്നത് നിങ്ങൾ കളർ കൊടുക്കുക, അല്ലെങ്കിൽ ഓട്ടോ ഡിറ്റക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഡാർക്ക് ആയിരിക്കും ഡോക്യുമെൻ്റ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ താഴെ റെസൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഇത്രയും റെസൊല്യൂഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. റെസൊല്യൂഷൻ കൂടുന്തോറും ഫയൽ സൈസ് കൂടും, സ്കാനിങ് സ്ലോ ആവും. റെസൊല്യൂഷൻ കുറയും തോറും ഫയൽ സൈസ് കുറയും, സ്കാനിങ് ഫാസ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ താഴെ കാണുന്നത് വലിയ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് കണ്ടില്ല, ഇവിടെ ടിക്ക് ചെയ്താണ്ട് ഉപയോഗിക്കാനുള്ളൊരു മെത്തേഡ് ഉണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ പേജ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്.
ഒരു PDF-ൻ്റെ ഉള്ളിൽ തന്നെ 1, 2, 3 അങ്ങനെ 1 by പേജുകൾ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ ഇമേജ് ഫോർമാറ്റാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഇമേജ് വേണം, PDF ആണോ, ഇമേജ് JPEG ആണോ, ഏതാ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ താഴെ ഫയൽ നെയിം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ കാണുന്നത് ഫോൾഡർ, ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇവിടെ ആവശ്യാനുസരണം സെലക്ട് ചെയ്ത് ഏത് ഫോൾഡറാണ് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനും ഇവിടെ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫോൾഡർ, ഞാൻ ഇപ്പോൾ ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ ആ സ്കാൻ ചെയ്യുന്ന ഫയൽ ആ ഒരു ഫോൾഡറിലേക്കായിരിക്കും സേവ് ആവുന്നത്. പിന്നെ അതിൻ്റെ താഴെ പ്രിവ്യൂ സ്കാൻ ചെയ്യാനില്ല, നമുക്ക് വെച്ച ഡോക്യുമെൻറ്റ് ജസ്റ്റ് ഒന്ന് കാണാനുള്ള സൗകര്യം ഈ ഒരു മോഡലിലുണ്ട്. പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് വരും. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രിവ്യൂ ക്ലിക്ക് ചെയ്താണ്ട് സ്കാൻ കഴിഞ്ഞാൽ വീണ്ടും ആ ഡോക്യുമെൻറ്റ് വെക്കണം, എന്നിട്ട് സ്കാൻ കൊടുത്താൽ മാത്രമേ അത് സേവ് ആവുകയുള്ളൂ. പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല. നമുക്ക് ഡോക്യുമെൻറ്റ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സ്കാൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുകയുള്ളൂ നമ്മളെ കമ്പ്യൂട്ടറിൽ. ഇല്ലെങ്കിൽ ഒരിക്കലും പ്രിവ്യൂ ഒരിക്കലും സേവ് അല്ല, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ ജസ്റ്റ് സ്കാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സ്കാനിങ് നടന്ന് നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡറിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ സേവ് ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1 of 2 പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെൻറ്റ്. ഇതിൻ്റെ താഴെ ഒരു ബ്ലാങ്ക് പേജ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ സെറ്റിങ്സിൽ കണ്ടില്ലേ, എവിടെ സിംപ്ലെക്സ് ആണോ ഡ്യൂപ്ലെക്സ് ആണോ വേണ്ടത് എന്നുള്ളത്. അവിടെ നമ്മൾ ഡ്യൂപ്ലെക്സ് ആണ് സെലക്ട് ചെയ്തത്. ഞാൻ ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഡബിൾ സൈഡഡ് ആണ് ഇവിടെ സെലക്ട് ചെയ്തത്. അത് സിംഗിൾ സൈഡഡ് എന്നുള്ള സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും സിംഗിൾ സൈഡ്, അതായത് ഡോക്യുമെൻറ്റിൻ്റെ പിറകു വശം ബ്ലാങ്ക് ആണെങ്കിൽ അവിടെ ഇതേപോലെ നമ്മുടെ ഫയലിൽ ബ്ലാങ്ക് പേജ് വരില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സിംഗിൾ സൈഡ് ഡ്യൂപ്ലെക്സ് സൈഡ് ഏതാണ് വേണ്ടത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സിംഗിൾ സൈഡ് സെലക്ട് ചെയ്താണ്ട് സ്കാൻ ചെയ്താനുള്ള ഡോക്യുമെൻറ്റ് കാണിച്ചു തരാം. ഫയൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സൈസിൽ തന്നെ വ്യത്യാസം കാണാൻ സാധിക്കും. ഓപ്പൺ ആയി വരുന്നുണ്ട്. അല്ല, ഇവിടെ 1 of 1 തന്നെ ഉള്ളൂ. നമ്മൾ സിംഗിൾ ഡോക്യുമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ബ്ലാങ്ക് പേജാണ് വെച്ചത്, അതുകൊണ്ടാണ് സ്ക്രീനിൽ ബ്ലാങ്ക് പേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡഡ് സെലക്ട് ചെയ്യാം. അല്ല, സിംഗിൾ പേജ് മാത്രമേ ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ പേജ് സെലക്ട് ചെയ്താൽ മതി. വെറുതെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ് സൈസ് വെറുതെ കൂട്ടാൻ നിൽക്കണ്ട. അപ്പോൾ അതുകൊണ്ട് സിംഗിൾ സൈഡ് മാത്രം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വീണ്ടും ഡോക്യുമെൻറ്റ് വെച്ചാണ് വീണ്ടും ചെയ്ത് കാണിച്ചു തരാം. ആ ഫയൽ ഓപ്പൺ ആവുകയാണ്. യെസ്, കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സിംഗിൾ പേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സിംഗിൾ സൈഡും ഡബിൾ സൈഡും ഉള്ള മെയിൻ വ്യത്യാസം. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.